ഹായ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ തായ്വാനെ പറ്റിയാണ്. 2021 ജനുവരിയിൽ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തായ്വാനുമേൽ മുന്നേ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധവും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ 2021 ജനുവരിയിൽ ഏത് രാജ്യത്തിനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധവും നിയന്ത്രണങ്ങളുമാണ് അമേരിക്ക പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? തായ്വാനെതിരെയാണ്. അപ്പോ തായ്വാന്റെ തലസ്ഥാനം നമുക്കറിയാം തായ്പേ ആണ്. തായ്വാന്റെ കറൻസി ന്യൂ തായ്വാനീസ് ഡോളറാണ്. തായ്വാന്റെ പ്രസിഡന്റ് സായ് ഇങ് വെൻ ആണ്. അപ്പോ 2021 ജനുവരിയിൽ ഏത് രാജ്യത്തിനുമേൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനങ്ങളും നിയന്ത്രണങ്ങളുമാണ് പിൻവലിക്കാൻ അമേരിക്ക തീരുമാനിച്ചത്? തായ്വാനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പറ്റിയാണ്. 2021 ജനുവരിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ആചരിക്കുന്നത് ജനുവരി മാസം 23-ാം തീയതിയാണ്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ജനുവരി മാസം 23. അദ്ദേഹത്തിന്റെ 125ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ശ്രീ നരേന്ദ്രമോദി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ജനുവരി മാസം 23-ാം തീയതിയാണ്. അദ്ദേഹത്തിന്റെ ജനനം 1897 ജനുവരി മാസം 23 അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഒഡീഷയിലെ കട്ടക്കാണ്. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സ്വരാജ് എന്ന പത്രം. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക. റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ, അതുപോലെ ആസാദ് ഹിന്ദ് എന്നൊക്കെ ഉള്ളത്. അപ്പോ അദ്ദേഹം ആരംഭിച്ചതാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. 1939 അദ്ദേഹം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരംഭിക്കുന്നത്. അപ്പോ ഇങ്ങനെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. കേരള മാരിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനായിരിക്കുന്നത് ശ്രീ TP സലീം കുമാറാണ്. അപ്പോ ഓർമ്മിച്ചു വെച്ചിരിക്കാം. കേരള മാരിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ആരാണ്? ശ്രീ TP സലീം കുമാറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ ആരംഭിച്ച ഒരു കുപ്പിവെള്ള ബ്രാൻഡിനെ പറ്റിയാണ്. ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച കുപ്പിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ. അപ്പൊ ഹില്ലി അക്വയുടെ പുതിയൊരു പ്ലാന്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിലാണ്. അപ്പോൾ അതുകൂടെ ഓർമ്മിച്ചു ചോദിക്കാം. 2021 ജനുവരിയിൽ പുതിയ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. 2021 ജനുവരിയിൽ അമേരിക്കയുടെ അസോസിയേറ്റഡ് അറ്റോർണി ജനറലായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് വനിതാ ഗുപ്ത. അപ്പോൾ ഓർമ്മിച്ചു ചോദിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് വനിതാ ഗുപ്ത. അതുപോലെ തന്നെ വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൌസ്. അപ്പോൾ വൈറ്റ് ഹൌസിൽ വൈസ് പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് സബ്രീന സിംഗ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ലഡാക്കിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായ ജിഗ്മെറ്റ് ഡോൾമയെ പറ്റിയാണ്. 2021 ജനുവരിയിൽ നടന്ന ഢാക്ക മാരത്തോണിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് ജിഗ്മെറ്റ് ഡോൾമ. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം. 2021 ജനുവരിയിൽ നടന്ന ഢാക്ക മാരത്തോണിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് ജിഗ്മെറ്റ് ഡോൾമ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് DRDO, കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ പട്ടാളക്കാർക്കായിട്ട് വികസിപ്പിച്ച ഒരു ഹീറ്റിംഗ് ഡിവൈസ്. അതിതീവ്ര തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനാവുന്ന ഒരു ഹീറ്റിംഗ് ഡിവൈസ്. അതിന്റെ പേര് ബുഖാരി എന്നാണ്. അപ്പോ 2021 ജനുവരിയിൽ DRDO ഇന്ത്യൻ സൈനികർക്കായി വികസിപ്പിച്ച അതിതീവ്ര തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഹീറ്റിംഗ് ഡിവൈസ് ആണ് ബുഖാരി എന്നുള്ളത്. DRDOയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. നിലവിലെ DRDOയുടെ ചെയർമാൻ ഡോക്ടർ G സതീഷ് റെഡ്ഡിയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ സ്ഥാപനമാണ് DRDO. പ്രതിരോധ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ്? ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണം ആസ്ഥാനമായുള്ള സിറ്റി യൂണിയൻ ബാങ്കിനെ പറ്റിയാണ്. 2021 ജനുവരിയിൽ വാട്സ്ആപ്പ് ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക്. അപ്പോൾ വാട്സ്ആപ്പ് ബാങ്കിംഗ് ആരംഭിച്ച ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക്. സിറ്റി യൂണിയൻ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്താണ്.
നിലവിലെ സിറ്റി യൂണിയൻ ബാങ്കിന്റെ സിഇഒ ഡോക്ടർ എൻ കാമകോടിയാണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ ഭാരത് ബയോടെക്കിനെ പറ്റിയാണ്. ഭാരത് ബയോടെക്കിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. അപ്പോൾ കോവാക്സിൻ ബ്രസീലിൽ വിതരണം ചെയ്യുന്നതിന് ബ്രസീലിലെ അപ്പോൾ കോവാക്സിൻ ബ്രസീലിൽ വിതരണം ചെയ്യുന്നതിന് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ പ്രസീസ മെഡിക്കാമെന്റോസുമായിട്ട് ധാരണയിലായിരിക്കുന്നത് ഭാരത് ബയോടെക് ആണ്. അപ്പോൾ കോവാക്സിൻ ബ്രസീലിൽ വിതരണം ചെയ്യുന്നതിന് ഭാരത് ബയോടെക് ഏത് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായിട്ടാണ് ധാരണയിലായിരിക്കുന്നത്? പ്രസീസ മെഡിക്കാമെന്റോസ്. അപ്പോൾ ഭാരത് ബയോടെക്കിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ഹൈദരാബാദിലാണ്. നിലവിലെ ഭാരത് ബയോടെക്കിന്റെ MD ആൻഡ് ചെയർമാൻ ഡോക്ടർ കൃഷ്ണ MLA ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ 2016 ആരംഭിച്ച ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയെ പറ്റിയാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അപ്പോൾ 2021 ജനുവരി 13 5 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര വിള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ നരേന്ദ്ര സിംഗ് തോമറാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ പ്ലാനറ്റ് സമ്മിറ്റിനെ പറ്റിയാണ്. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ തന്നെ ലോക ബാങ്കിന്റെയും സഹകരണത്തോടെ ആരംഭിച്ച വിർച്വൽ സമ്മേളനമാണ് 2021 നടക്കുന്നത്. 4ാമത് വൺ പ്ലാനറ്റ് സമ്മിറ്റ് ആണ് 2021 നടക്കുന്നത്. അപ്പോ ഫ്രാൻസിന്റെ നേതൃത്വത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ തന്നെ ലോക ബാങ്കിന്റെയും സഹകരണത്തോടുകൂടി പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച സമ്മേളനമാണ് വൺ പ്ലാനറ്റ് സമ്മിറ്റ്. 2021 വിർച്വൽ ആയിട്ടാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. ഇതിന്റെ പ്രമേയം ലെറ്റ്സ് ആക്ട് ടുഗെദർ ഫോർ നേച്ചർ എന്നതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാങ്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. വസന്ത് ദാദ നഗരി സഹകാരി ബാങ്ക്. മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദാണ് ആസ്ഥാനം. 2021 ജനുവരിയിൽ റിസർവ് ബാങ്ക് ലൈസൻസ് റദ്ദാക്കിയ ബാങ്കാണ് വസന്ത് ദാദ നഗരി സഹകാരി ബാങ്ക്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. 2021 ജനുവരിയിൽ കിർഗിസ്ഥാൻ, ഏഷ്യൻ രാജ്യമായ കിർഗിസ്ഥാന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സാദിർ ജപ്പാറോവ് ആണ്. കിർഗിസ്ഥാന്റെ ആസ്ഥാനം നമുക്കറിയാം ബിഷ്കേക്ക് ആണ്. കറൻസി കിർഗിസ്ഥാനി സോമാണ്. അപ്പോൾ സാദിർ ജപ്പാറോവ് ആണ് കിർഗിസ്ഥാന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ പറ്റി തന്നെയാണ്. അമേരിക്കയിലെ ടഫ്സ് യൂണിവേഴ്സിറ്റിയിലെ ഫ്ലെക്സർ സ്കൂളും അതുപോലെ തന്നെ മാസ്റ്റർ കാർഡും ഫിനാൻഷ്യൽ സ്ഥാപനമായ മാസ്റ്റർ കാർഡും ചേർന്ന് പ്രസിദ്ധീകരിച്ച ബ്രേക്ക് ഔട്ട് എക്കണോമിക്സ് ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ പട്ടികയിൽ ഒന്നാമതുള്ളത് ചൈനയാണ്. അപ്പോ 2021 ജനുവരിയിൽ അമേരിക്കയിലെ ടഫ്സ് യൂണിവേഴ്സിറ്റിയുടെ ഫ്ലെച്ചർ സ്കൂളും അതുപോലെ മാസ്റ്റർ കാർഡും ചേർന്ന് പ്രസിദ്ധീകരിച്ച ബ്രേക്ക് ഔട്ട് എക്കണോമിക്സ് ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന 1-2 പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് അൺസ്ക്രിപ്റ്റഡ് കോൺവെർസേഷൻസ് ഓൺ ലൈഫ് ആൻഡ് സിനിമ എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് വിധു വിനോദ് ചോപ്രയും അതുപോലെ തന്നെ അഭിജിത് ജോഷിയും ചേർന്നാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ഗേസിംഗ് ഈസ്റ്റ്വേർഡ്സ് ഓഫ് ബുദ്ധിസ്റ്റ് മോങ്സ് ആൻഡ് റെവല്യൂഷണറീസ് ഇൻ ചൈന എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഹിസ്റ്റോറിയനായ ചരിത്രകാരി റോമില താപ്പറാണ്. ഇനി ഒരു വിയോഗമാണ്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത തെലുങ്കു എഴുത്തുകാരനും ജേർണലിസ്റ്റുമായ വ്യക്തിയാണ് തുല്ലാപതി കുടുംബ റാവു. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവായ ശ്രീ ജോസ് കെ മാണിയെ പറ്റിയാണ്. 2021 ജനുവരിയിൽ രാജ്യസഭാ അംഗത്വം രാജിവെച്ച മലയാളിയാണ് ശ്രീ ജോസ് കെ മാണി. അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടി നേതാവാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. പ്രവാസികൾക്കും വിദേശത്ത് അവരോടൊപ്പം കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും വേണ്ടി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. അതുപോലെ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് പാമ്പുകളുടെ സംരക്ഷണവും ജനങ്ങളുടെ സുരക്ഷിതത്വവും ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് വനം വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.